കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്. എത്ര പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആ ഫൈറ്റിൽ കൊല്ലപ്പെട്ടത്? അത് പാകിസ്ഥാൻ ആർമിയുടെ കംപ്ലീറ്റ് മൊറാല് പോയി കിടക്കുവാണ് ഈ ഭാഗത്ത്. കാരണം ഈ ബലൂച്ച് പല ഏരിയയിൽ അവരുടെ കന്റോൺമെന്റ് പാകിസ്ഥാൻ ആർമി അടച്ചു. കാരണം അവർക്ക് ഇവരുടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ അതേപോലെ നല്ല വാരിയേഴ്സാണ്, നല്ല ഫൈറ്റേഴ്സാണ് ഇവർ. കാരണം അവരവരുടെ ഈ പറയുന്ന ടെറൈന് വേണ്ടി ആ സ്പെസിഫിക് റീജിയന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ആദ്യകാലത്തുണ്ടായിരുന്ന ബലൂച്ചുകാരൊന്നും അല്ല, ഇപ്പൊ പുതിയ ജനറേഷൻ വെച്ചോണ്ട് അതിൻ്റെ സ്ത്രീകൾ വരെ ഉണ്ട്. അപ്പം അവർക്ക് വെൽ എക്വിപ്ഡ് ആണ്, ഇന്ത്യയുടെ നല്ല സഹായമുണ്ട്. ഇവർ നല്ല പോലെ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഇവർ എക്സാക്റ്റ് ആയിട്ട് ഈ പാകിസ്ഥാൻ പട്ടാളം അവിടെ പോയിട്ട് എക്സാക്റ്റ് ആയിട്ട് ആ പറയുന്ന സ്പോട്ടിൽ പോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരേതോ ഇവിടുത്തെ ട്രെയിൻ അവിടെ പച്ചയടിച്ച് ട്രെയിൻ എവിടെ നിർത്തിയിട്ട് ഇവരുണ്ടാക്കിയെടുക്കുന്ന മുഴുവനും വാർത്തകൾ പച്ചക്കള്ളമാണിത്. ഇത് നമുക്ക് കയറാൻ പറ്റും. ഇപ്പോഴും ഒരു 20 കിലോമീറ്ററിന് അപ്പുറം നിൽക്കുകയാണ്. ഈ ഏരിയൽ ബോംബാർഡ്മെന്റ് നടത്തിയിട്ട് പോലും ഇവർക്ക് തൊടാൻ പറ്റുന്നില്ല. കാരണം ഇവരെല്ലാം ടണലിനകത്ത് കയറിയിരിക്കുക. കാരണം റെയിൽവേയുടെ ടണലുണ്ട്. ഇപ്പോൾ റെയിൽവേയിൽ പോകാൻ പറ്റത്തില്ല, റെയിൽവേയുടെ സൈഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അത് മുഴുവൻ ബോംബാർഡ്മെന്റ് ചെയ്ത് തകർത്ത് ദൂരെ കളഞ്ഞു. റോഡുകളാണ് മുഴുവൻ കുളമാക്കി, അതെല്ലാം പാലം ഉൾപ്പെടെ മുഴുവൻ അടിച്ച് ദൂരെ കളഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ എല്ലാം IED എക്സ്പ്ലോസീവ് വെച്ചേക്കുവാണ്.